അല്ല ചേട്ടൻ പറഞ്ഞിരുന്നത് ഇതിൽ പിണറായിയുടെ കൈയുണ്ടോന്നാണോ? പിണറായിയുടെ കൈയുണ്ടെന്ന് പറഞ്ഞില്ല. ഹണീറോസിന്റെ പരാജയമാണ് ഓരോ നിമിഷവും. അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്യും. പക്ഷേ പിന്നീട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കാം. കാര്യം സീൽ വയ്ക്കാൻ തിരിച്ച് അവിടെ കൊണ്ടുപോയി അപ്പോഴേക്കും അവിടെ കോടതി ഓർഡർ ഓഫീസ് പൂട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു വ്യക്തത ഇതേവരെ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, ഒരു 7 മണി വരെ വെയിറ്റ് ചെയ്യും. അത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഓഫീസ് 10 മണിക്ക് തുറക്കുമല്ലോ. അപ്പോൾ ഒരു 11 മണിക്കകത്ത് റിലീസ് ചെയ്യും. ഒരു ദിവസം കൂടി ഇവിടെ തന്നെ കഴിയണമെന്നാണ്. അതെ, ഇതിപ്പോൾ ഒരു അജണ്ടയുടെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. കാര്യം എത്രയോ മണിക്കൂറിന് മുന്നേ പുറത്തുവിടേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇത് എന്തോ ഒരു ബെൽറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആദ്യം മുതലേ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഒരു ദിവസവും കൂടി കിടത്തുക. എവിടെയെങ്കിലും നമ്മൾ കേട്ട് കഴിയുണ്ടോ? ഏതൊരു കേസിലെ പ്രതിയായാലും തീർച്ചയായിട്ടും ഒരു ദിവസം അപ്പം തന്നെ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ജയിലിൽ ഇടാൻ പാടില്ല എന്നാണ്. അങ്ങനെ കോർട്ട് ഓർഡർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യണമെന്നുള്ളതാണ് ഉറപ്പായിട്ടും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അത് നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. തീർച്ചയായും ഒരു വ്യക്തിയോട് കാണിക്കുന്ന, ഇപ്പോൾ ബോച്ച എന്നല്ല, ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അതിന് ഈ ബോച്ചയുടെ ഫാൻസ് ആയാലും ശരി, ഓൾ കേരള മെൻസോണിൻ്റെ ആൾക്കാരായാലും ശരി, എല്ലാവരും ഒരുമിച്ച് ഇതിനെതിരെ ശക്തമായിട്ട് പോരാടണം. ഒരു പുരുഷൻ, ഒരു പെണ്ണായിരുന്നെങ്കിലോ നേരെ തിരിച്ച് ഹണീറോസാണ് ഇതിനകത്ത് ജയിലിലെങ്കിൽ നിമിഷങ്ങൾക്കകം അവരെ റിലീസ് ചെയ്ത് വിട്ടേനായിരുന്നല്ലോ. അപ്പോൾ ബോച്ചയായതുകൊണ്ട്, ഒരു പുരുഷനായതുകൊണ്ട് എന്തും ആകാമെന്നുള്ള ഒരു തോന്നിവാസമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. മീഡിയയും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവണം. കാര്യം ഇതുപോലുള്ള കാര്യങ്ങളിൽ നീതി ഉറപ്പാവണം. ആർക്കായാലും ഇവിടെ നീതി കിട്ടുന്നില്ല, അത് പുരുഷന്മാർക്കാണ്. അതിനെതിരെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. എന്ന് വെച്ചാൽ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൊലപാതകം ചെയ്തിട്ടില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല, പിടിച്ചു പറിച്ചിട്ടില്ല, ഒരു പെണ്ണിൻ്റെ കഴുത്തറുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു നല്ലൊരു മനുഷ്യനെ അദ്ദേഹത്തെ ഈ ജയിലിൽ പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഖേദകരമാണ്. നമുക്കറിയാലോ അദ്ദേഹത്തിന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒരു സ്പെഷ്യൽ സ്ക്വാഡൊക്കെ രൂപീകരിച്ചാണ് വയനാട് ജാമ്യം പോലും എടുക്കാനുള്ള സമയം കൊടുക്കാതെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതികളുണ്ടായിരുന്നല്ലോ, പ്രതികളെന്ന് ആരോപിച്ചവരുണ്ടായിരുന്നല്ലോ. അവർക്കൊന്നും ഇതൊന്നും അല്ലായിരുന്നല്ലോ. ആഴ്ചകളും മാസങ്ങളുമാണ് അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തത്. ഇവിടെ ആരെയും പീഡിപ്പിക്കാത്ത, ആരെയും വേദനിപ്പിക്കാത്ത, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന, ചികിത്സാ സഹായം കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ സബ് ജയിലിനകത്ത് അദ്ദേഹം ഇപ്പോൾ 6 ദിവസം കൊണ്ട് കിടക്കുകയാണ്. ഇതൊരു നീതികേട് തന്നെയാണ്. ഇതിനെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടണം. ഈ സീൽ വെക്കാൻ മറന്നു പോകുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു അല്ലല്ല, 14 ദിവസം ഒരു കേസിൽ റിമാൻഡ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അത് ഏത് കേസിലെ പ്രതിയായാലും ശരി തന്നെ 14 ദിവസം റിമാൻഡ് ചെയ്യും. പക്ഷേ ജാമ്യം എപ്പോൾ വേണേലും കൊടുക്കാം. ഒറ്റ ദിവസം ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടേണ്ടതാ. മനസ്സിലായില്ലേ? ഇതൊന്നും ഒരു റിമാൻഡ് എന്ന് പറഞ്ഞ ഒരു നടപടി പിറ്റേ ദിവസം ജാമ്യം കൊടുക്കേണ്ട കേസാണ്. അതിനാണ് 4 ദിവസം അദ്ദേഹം ഈ ദ്വയാർത്ഥം പറഞ്ഞതുകൊണ്ട്. ദ്വയാർത്ഥം അങ്ങനെയാണെങ്കിൽ ഇവിടെ സിനിമകൾ ഇറങ്ങാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇവിടെ ആര് സംസാരിക്കുന്നില്ല ദ്വയാർത്ഥം ഇല്ലാത്തത്. അങ്ങനെ നമ്മളെ മണിയാശാൻ എന്താ പറയുന്നത്? അദ്ദേഹം ഇതിനേക്കാൾ എന്തുമാത്രം ദ്വയാർത്ഥം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ എത്രയോ പേരുണ്ട്. ഇപ്പം നമ്മൾ പറയില്ലേ, ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഈ ദ്വയാർത്ഥം പറയുന്നവർ തന്നെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ വെറും ഉടായിപ്പാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ അനീതിയാണ്. ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇപ്പോൾ ബോച്ചയോട് ചെയ്തത്. ഇത് ഹണീറോസിന്റെ വിജയമാണെന്ന് കരുതുന്നുണ്ടോ? ഹണീറോസിന്റെ പരാജയമാണ് ഓരോ നിമിഷവും. അതിന് മാറ്റമൊന്നുമില്ല. ഹണീറോസ് നശിക്കാൻ പോവുക. അതിനുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ആർക്കാണ് ഇവിടെ പിന്തുണ കൂടുന്നത്? ഹണീറോസിനാണോ? ഹണീറോസിന് ഒരിക്കലും പിന്തുണ കൂടുന്നില്ല, കുറയുകയാണ്. അതാദ്യം മനസ്സിലാക്കണം. ഇവിടെ ജനകീയ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ ജനാധിപത്യമാണ്. അപ്പോൾ ജനങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം പറയും. ആ അഭിപ്രായം പറയുമ്പോൾ അതിൽ ആർക്കും പൊള്ളേണ്ട കാര്യമില്ല. അവരുടെ വിജയമല്ല. മനസ്സിലായില്ലേ? ഇറങ്ങിക്കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തനതായ ശൈലിയിൽ അദ്ദേഹം പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ പറയും തീർച്ചയായിട്ടും. രാഷ്ട്രീയക്കാരെ കളികൾ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ ഹണീറോസിനെ വിളിക്കേണ്ട കാര്യം എന്തോ? ഹണീറോസ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചെന്ന് ഹണീറോസ് തന്നെ പറയാണ്. DGP ആയിട്ട് സംസാരിച്ചെന്ന് പറയുന്നു. അതിന് മാത്രം ഇവിടെ എന്താ നടന്നേ? ഒരു കൊലപാതകം. ഇവിടെ എത്ര സ്ത്രീകൾക്ക് ഇരകളായിട്ടുള്ള സ്ത്രീകൾക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? അവരെ ആരെങ്കിലും മുഖ്യമന്ത്രി വിളിച്ചതായിട്ട് നമുക്കറിയോ? എത്രയോ പ്രമാദമായിട്ടുള്ള കേസുകൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നു. ആരുടെയെങ്കിലും കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടോ? നമ്മുടെ കലാലയങ്ങളുണ്ടല്ലോ, സ്കൂളുകളിൽ ഇപ്പോൾ മയക്കുമരുന്നുകൾ ഒരുപാടുണ്ടെന്ന് ഓരോ സ്കൂളിൻ്റെയും ശതമാന കണക്ക് വെച്ചു, ജില്ല കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഈ മയക്കുമരുന്നുകൾ നിർത്തണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഒരു കോൾ ചെയ്തതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയോ? അദ്ദേഹത്തിൻ്റെ ഒരു കോള് പോരെ? ഒരു കോൾ അദ്ദേഹം ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് മൊത്തം അപ്പം നിൽക്കില്ലേ?
ഇതുപോലെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചൂടെ? അതൊക്കെ അല്ലേ ചെയ്യേണ്ടത് ആദ്യം? അല്ല, ചേട്ടൻ പറഞ്ഞിരുന്നത് ഇതിൽ പിണറായിയുടെ കൈ ഉണ്ടോന്നാണോ? പിണറായിയുടെ കൈയുണ്ടെന്ന് പറഞ്ഞില്ല. പിണറായി എങ്ങനെ ഈ കേസിൽ പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ട ഉടനെ അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള കേസ് വേറെ ഇല്ലയോ? മുഖ്യമന്ത്രി ഇടപെടണം. പക്ഷെ ഒരു കാര്യം, ഈ അനന്തമായിട്ടൊരാളിനെ നീതി നിഷേധിക്കുന്നതാണ് തെറ്റ്. മുഖ്യമന്ത്രി എല്ലാ കേസിലും ഇടപെടണം. ഈ കേസ് മാത്രമല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കേസ് മാത്രമല്ല, എല്ലാ കേസിലും ഇടപെടണം. മുഖ്യമന്ത്രി ഇതിന് കാണിച്ച ആവേശം എല്ലാത്തിനും കാണിക്കണമെന്നാണ്. ഞാൻ ഈ പാർട്ടിക്കാരനായതുകൊണ്ടാണ് പറയണം ഇത്രയും ശക്തമായിട്ട് കേട്ടോ. ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ടാണ് പറയണം. അല്ല, ഇപ്പൊ കേസ് കൊടുത്താലല്ലേ നമുക്ക് അറസ്റ്റ് വരുള്ളൂ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ദ്വയാർത്ഥ പ്രയോഗം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അതിനെതിരെ ആരെങ്കിലും കേസ് കൊടുത്താലാണ്. പനീറോസ് കേസ് കൊടുത്ത കാരണമല്ലോ ഇപ്പൊ ഇങ്ങനെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് ദ്വയാർത്ഥ പ്രയോഗം കൊണ്ടല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ആ രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആകാനേ വഴിയുള്ളൂ. അവരുടെ കൈ പിടിച്ചു. അവരുടെ കൈയല്ല യഥാർത്ഥത്തിൽ പിടിച്ചത്, ബോച്ചയുടെ കൈയാണ് പിടിച്ചത്. വ്യാഖ്യാനിക്കാമല്ലോ. അല്ലല്ല, ഈ ഡബിൾ മീനിങ് പറഞ്ഞെന്ന് പറഞ്ഞു ഒരു കമന്റ് ഇട്ടത് കൊണ്ടോ ഒരാളെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പില്ല ഇന്ത്യൻ ഭരണഘടനയിൽ. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ പിടിച്ചു, അതിന് വേറെ എന്തെങ്കിലും അർത്ഥം അവർ ഈ രഹസ്യമൊഴിയിൽ പറഞ്ഞിട്ടാണ്. തീർച്ചയായിട്ടും തളരുതേ, പുള്ളിക്കാരൻ ഇപ്പോൾ വീഴും. ചേട്ടൻ എന്താ തോന്നുന്നത്, പരാതി വൈകാൻ ഇത്ര വൈകിന്ന് വിചാരിക്കുന്നത്? ഏതില് അല്ല, ചേട്ടൻ കൈ പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കഴിഞ്ഞ 4 മാസം കഴിഞ്ഞ പരാതി കൊടുത്തത്. അതെന്തുകൊണ്ടായിരിക്കും? 4 മാസം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 4 മാസം കഴിഞ്ഞാണ് പരാതി കൊടുത്തത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ്. പരാതി കൊടുത്തു, ഉടനെ മുഖ്യമന്ത്രി ഇടപെടുന്നു, DGP ഇടപെടുന്നു, സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നു. ഉടനെ വയനാട് അതേ ഉണ്ട് എന്ന്. അതെങ്ങനെയാണ് ഈ വയനാട് ഇദ്ദേഹം ഉണ്ട് എന്നുള്ള മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. അപ്പൊ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സമയം കൊടുക്കണ്ടേ? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്തതെന്ന്. അല്ല, ബോച്ചെ പറയുന്നത് ഞാൻ കേട്ടതാ. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി പോയപ്പോഴാണ് വണ്ടി പറഞ്ഞ് പിടിച്ചതെന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്, ഞാൻ കേട്ടതാ. ശരി.